എന്താണ് ബ്രോങ്കോസ്കോപ്പി? ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറിനെ പറ്റി പറയാം. എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു വഴിയാണ് ബ്രോങ്കോസ്കോപ്പി. ചെറിയൊരു ട്യൂബ് മൂക്കിലൂടെ ഇട്ട് അത് തൊണ്ടയിലൂടെ കടന്ന് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ പോയിട്ട് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, കഫമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കാനും അതുപോലെ അത് ടെസ്റ്റിന് വിടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ബ്രോങ്കോസ്കോപ്പി. ഈ ബ്രോങ്കോസ്കോപ്പി തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ശ്വാസകോശത്തിലെ മുഴകളും മറ്റും നീക്കം ചെയ്യാനും ട്രക്കിയയിൽ സ്റ്റെന്റ് പ്ലേസ് ചെയ്യാനും അങ്ങനെ പല രീതിയിലും ഈ പ്രൊസീജിയർ ഉപയോഗിക്കുന്നുണ്ട്. അസുഖം കണ്ടുപിടിക്കാനും അസുഖത്തിന് ചിലതിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും രണ്ടിനും നമ്മൾ ബ്രോങ്കോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. ഈ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡേ പ്രൊസീജിയർ ആയിട്ടും ചെയ്യാൻ സാധിക്കും. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ഉപയോഗിക്കണമെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് 1-2 ദിവസമൊക്കെ കിടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുക. ബ്രോങ്കോസ്കോപ്പി ഒരിക്കലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. മൂക്കും തൊണ്ടയൊക്കെ തരിപ്പിച്ച ശേഷമേ നമ്മൾ ട്യൂബ് പാസ് ചെയ്യുള്ളൂ. ഒരു മൈൽഡ് ആയിട്ടുള്ള സെഡേഷനും തരും. എന്നാൽ ഫുൾ ആയിട്ടുള്ള ഒരു അനസ്തീഷ്യ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അന്ന് തന്നെ വീട്ടിൽ പോകാനും സാധിക്കും.